ഇന്ന് ലോകത്തിലുള്ള എല്ലാ സഭകളിലും ഉള്ള ആൾക്കാർ ആരായാലും മിക്കപ്പെട്ട ജനങ്ങളും കണ്ട് പരിചയപ്പെടുമ്പോൾ ആദ്യമായി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നത് എന്നുള്ള ചോദ്യം. പ്രൈമറിയായി ചോദിക്കുന്ന ആ ചോദ്യങ്ങളിൽ ഒന്നായി തീരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ നമ്മളോട് പരിചയപ്പെടുകയും പിന്നീട് അവരുമായുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചും അവർ തീരുമാനിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പോകുന്ന സഭയാണ് ശരിക്കുള്ള സഭ എന്നുള്ള ഒരു തോട്ട് ഇന്ന് എല്ലാ സമൂഹ ആൾക്കാർക്കുമുണ്ട്. സോ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ ഇതിൽ ഏത് സഭയാണ് കർത്താവിൻ്റെ വരവിൽ പോകുക അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുക എന്ന് ചോദിച്ചാൽ, അതിനുള്ള ഉത്തരം നമ്മൾ ബൈബിൾ മുഖാന്തരമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് റിലേഷനായിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻ ഒരു പുള്ളിക്ക് സുഖമില്ല എന്നുള്ള രീതിയിൽ പുള്ളിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു ഒരു സഹോദരിയെ കാണാൻ സാധിച്ചു. അവരുമായി സംസാരിച്ചപ്പോൾ പല കാര്യങ്ങളും സംസാരിച്ചതിനിടക്ക് ഫൈനലായി അവർ പറഞ്ഞ ഒരു കാര്യം, ഒരു ഒരു സമൂഹ ചർച്ചിലേക്ക് അവർ പോകുന്നതായും അങ്ങാട് വരണമെന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകം ശരിയില്ല എന്നും അവർ പുതിയതായി എഴുതിയിരിക്കുന്ന ഒരു സത്യവേദ പുസ്തകം എന്നുള്ള പേരിൽ അവർ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം ഉണ്ടെന്നും അത് വായിച്ച് നമ്മൾ ക്ലാരിറ്റി കിട്ടും എന്നും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. ആൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ എന്നോട് സംസാരിച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത്. ഇതിൽ ഷോക്കായിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവസാനം വരെയും ഇടയ്ക്കിടയ്ക്ക് അവരുടെ സംസാരത്തിനിടയ്ക്ക് എന്നോട് നിങ്ങൾ ഏത് സഭയാണ് എന്ന് അതെന്നെ തിരിച്ച് ചോദിക്കാൻ ഇടയായി. ഇതേപോലെ ഞങ്ങൾ സൺഡേ സ്കൂളിൽ എടുക്കുന്ന ഒരു ക്ലാസ്സിൽ ഉള്ള കുട്ടികൾ പലരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരാണ് എന്നതാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പഠിപ്പിക്കലുടെ ആ രീതിയും ആ കാര്യങ്ങളെല്ലാം കണ്ട ശേഷം അവർക്ക് ഞങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരാണെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നത് അവരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ക്രിസ്തു ഒരു സ്ഥലത്ത് തൻ്റെ മന്ദിരത്തെക്കുറിച്ച് പറയാൻ ഇടയാകുന്നുണ്ട്. അതേപോലെ തന്നെക്കുറിച്ചായിരുന്നു യേശു ക്രിസ്തു പറഞ്ഞത് എന്ന് ആ വാക്യത്തിൻ്റെ ഒടുവിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. സോ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ആലയമായിരിക്കെ ഇരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അതേ നിലയിൽ നമ്മൾ ദൈവത്തിനും വചനത്തിനും പ്രകാരം ജീവിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഏത് സഭയിൽ പോകുന്നു എന്നുള്ളത് വലിയ വിഷയമല്ല. എന്താണെന്ന് വെച്ചാൽ, സഭയിൽ പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ വരുന്നവരെല്ലാവരും പെർഫെക്റ്റായിട്ട് ജീവിക്കുന്നത് കൊണ്ടോ നമ്മൾക്ക് ഈ പറയുന്ന കർത്താവിൻ്റെ വരവിലോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കോ പോകാൻ സാധിക്കില്ല. മറിച്ച് നമ്മളുടെ ജീവിതം എത്രമാത്രം അതിന് പെർഫെക്റ്റായിട്ട് പോകുന്നു എന്നുള്ളതാണ് വളരെ അത്യാവശ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇന്ന് പലരും ഞങ്ങളുടെ സഭയിൽ എല്ലാവരും തന്നെ കർത്താവിൻ്റെ വരവിൽ പോകും എന്നത് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ മുഖ്യമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ പറയപ്പെടുന്ന ആ വാക്യങ്ങളാകട്ടെ, അവിടെ പറയപ്പെടുന്ന സാക്ഷികൾ, മറ്റ് പാട്ടുകൾ എല്ലാം തന്നെ കർത്താവിൻ്റെ വരവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ വചനപ്രകാരം പെർഫെക്റ്റ് ആണോ എന്നുള്ളത് അവർ ചിന്തിക്കാൻ അവർ തുനിയുന്നില്ല. പല കാര്യങ്ങളും ഇന്ന് ലോകത്തിലുള്ള മിക്കപ്പെട്ട എല്ലാ സഭകളിലും ഏത് സഭയും പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഈ കാര്യം ഞാൻ പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യം തോന്നാൻ ഇടയാകും. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പോകുന്ന സഭ പെർഫെക്റ്റ് ആണ്, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെന്ന് പറയും. പക്ഷേ വചനപ്രകാരം അത് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പല കുറവുകളുള്ളത് കാണാൻ സാധിക്കും. അതേപോലെ എല്ലാ സഭയിലും തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എല്ലാ സഭയും പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള സഭ യാതുമില്ല. എല്ലാ സഭയിലും കുറവുകളുണ്ട്. ഈ സഭകളെല്ലാം തന്നെ പെർഫെക്ഷനിലേക്ക് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഏത് സഭയും 100% പെർഫെക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഏത് സഭയിൽ പോകുന്നത് എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നമ്മൾ
കർത്താവിൻ്റെ വരവിലേക്ക് പോകാൻ നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത്. ഈ പാസ്റ്റർ ശരിയില്ല, അല്ലെങ്കിൽ ഈ വിശ്വാസികൾ ശരിയില്ല, ഈ സഭ ശരിയില്ല എന്ന് നമ്മൾക്ക് പറയുന്നത് തന്നെ വചനപ്രകാരം ഒരു തെറ്റായ ഒരു കാര്യമാണ് എന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നു. സോ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കുറവുകളെ പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, യോബിൻ്റെ പുസ്തകത്തിൽ സാത്താനാണ് പോയി യോബിൻ്റെ എല്ലാ കുറവുകളും, ഒരു നീതിമാനായ മനുഷ്യനെ പറ്റി കർത്താവിനോട് പോയി കുറവ് പറയാൻ പോയി നിൽക്കുന്നത് പിശാചാണ്. സോ ഇതേപോലെ നമ്മൾ ദൈവസന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ എൻ്റെ സഭയാണ് പെർഫെക്റ്റ് സഭ, ഈ സഭകളിൽ ഈ കുറവുകളുണ്ട് എന്ന് നമ്മളുടെ കൂടെ വരുന്ന സഹോദരர்கள் അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്നവരോട് പറയുമ്പോൾ നമ്മൾ ഒരു പൈശാചിക സ്വഭാവമാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. മറിച്ച് ദൈവം നമ്മളോട് പറയുന്നത്, ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, നമ്മളെക്കാട്ടിലും മറ്റവരാണ് പെർഫെക്റ്റ് എന്ന്, നമ്മളെക്കാട്ടിലും അവർ ഉയർന്നവരാണ് അല്ലെങ്കിൽ അവർ ബെസ്റ്റാണ് എന്ന് ചിന്തിക്കണം എന്നാണ് നമ്മൾ വായിക്കാൻ അല്ലെങ്കിൽ അത് അറിയാൻ ഇടയാകുന്നത്. സോ നമ്മളിൽ മറ്റവരെ നമ്മളെക്കാട്ടിലും താണവർ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും മോശമായവർ എന്ന് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ തന്നെ ഉയർത്തുകയാണ്. സോ നമ്മളെ സ്വന്തം തന്നെത്താനെ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും എന്ന് യേശു ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റ് സഭകളാകട്ടെ, മറ്റ് വിശ്വാസികളാകട്ടെ, അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരാകട്ടെ, ഏത് സഭയിൽപ്പെട്ടവരായാലും അവരെ നമ്മളെക്കാട്ടിലും നമ്മളിൽ ഉള്ള കാര്യങ്ങളിൽ അവരുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിലുള്ള ചില കുറവുകളിൽ അവർ പെർഫെക്റ്റ് ആയിട്ടുള്ളത് കണ്ടാൽ, അവരിലുള്ള ചില പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ അതിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ, ഓരോരുത്തരെയും നമ്മൾ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഒരു സഭയും നമ്മൾ കുറ്റം പറയുകയോ ഇടയാകില്ല. മറിച്ച് നമ്മളും കർത്താവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി തീരാൻ ഇടയാകും. യേശുക്രിസ്തുവും ഒരു സ്ഥലത്ത് പരിശേരെ പറ്റി പറയുമ്പോൾ, യൂത റബികളെ പറ്റി യേശു പറയുമ്പോൾ, അവർ ദശാംശം കൊടുക്കുന്നതിലും മറ്റെല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റായി ജീവിക്കുന്നു എന്ന് ഉയർത്തി പറഞ്ഞിട്ട് അവരെക്കാട്ടിലും നിങ്ങളുടെ നീതി ഉയർന്നിരിക്കണം എന്ന് പറയാൻ ഇടയാകുന്നു. സോ അതുപോലെ മറ്റവരിലുള്ള നല്ല കാര്യങ്ങൾ, മറ്റു സഭയിലുള്ള നല്ല കാര്യങ്ങൾ കണ്ട് അവരെ നമ്മളെക്കാട്ടിലും ഉയർന്നതായി നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ജീവിതവും മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മളും ആ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഇടയാകും. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ പോകുന്ന സഭയാണ് കർത്താവിൻ്റെ വരവിൽ എന്ന് നമ്മൾ വച്ച് തന്നെ ജീവിച്ചാൽ, ഇവിടെ നമ്മൾ ആരുമായും നമ്മൾ ബന്ധപ്പെടുകയില്ല. ആർക്കും നമ്മൾ ഒരു ശരിക്കുള്ള സ്നേഹം കൊടുക്കാതെ മറ്റെല്ലാ സഭകളും നമ്മൾ വെറുത്തു പോകുമ്പോഴും, ഈ പറയുന്ന സ്വർഗത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ മറ്റ് സഭക്കാരും അവിടെ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചാൽ, ശരിക്കുള്ള ഒരു ക്രിസ്ത്യാനി അങ്ങനെയാണ് ചിന്തിക്കാൻ ഇടയാകുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇല്ല, ഈ ഇന്നാര് ഈ സഭയിൽപ്പെട്ടവരാണ്, ഇയാളുമായി ഞാൻ സ്വർഗത്തിൽ പോയാലും മിണ്ടൂല എന്ന് പറയാൻ സാധിക്കയില്ല. എന്താ വെച്ചാൽ അവിടെ എല്ലാവരുമായും നമ്മൾക്ക് ബന്ധമുണ്ടാകണം, എല്ലാവരുമായും നമ്മൾ സ്നേഹം പങ്കുവയ്ക്കേണ്ട സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. സോ യേശു ക്രിസ്തുവും അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളിൽ ഉയർന്ന ചിന്തകളാണ് നമുക്ക് ഉണ്ടാകുന്നത്. മറിച്ച് താണ ചിന്തകൾ അല്ലെങ്കിൽ പൈശാചികമായ ചിന്തകൾ വന്ന് നമ്മൾ പോകുന്ന ലാക്കിൽ നിന്ന് മാറിപ്പോകാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ കർത്താവിൻ്റെ വരവിൽ പോകുന്ന സഭ ഏതാണെന്ന് ചോദിച്ചാൽ, കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവ് പണിതുകൊണ്ടിരിക്കുന്ന ഒരു സഭയുണ്ട്. ആ സഭയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സഭയിൽ എല്ലാ സഭയിൽപ്പെട്ട ആൾക്കാരും അവിടെ കാണുന്നു. അവരാണ് സ്വർഗത്തിലേക്കും എത്താൻ സാധിക്കുന്നത്. ആ സഭയിൽ നമ്മൾ മെമ്പറായി തീരണം എന്ന് പറഞ്ഞാൽ, നമ്മളിൽ ഓരോ ദിവസവും ആത്മീകമായ വളർച്ച ഉണ്ടാകണം. ആത്മീകമായും നമ്മൾ ഉന്നതിലേക്ക് പോകുമ്പോഴാണ്, യേശുക്രിസ്തുവിനെ പോലെ മാറുമ്പോഴാണ് ആ സഭയിൽ നമ്മൾ തുടർന്നും ജീവിക്കാൻ അല്ലെങ്കിൽ ആ സഭയിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. ഈ ലോകത്തിലുള്ള പല സഭകളിലും നമ്മൾ വലിയ ആളായിരിക്കാം, പക്ഷേ നമ്മൾ
യേശു ക്രിസ്തു വച്ചിരിക്കുന്ന ആ ബെഞ്ച് മാർക്ക് ചർച്ചിൽ നമ്മൾ ഉണ്ടോ എന്നത് ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിരുന്നിരിക്കുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഇതുപോലെ പല വീഡിയോകൾ കാണാൻ araysianshine.in എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പല മെസ്സേജുകളുമായി തിരികെ നിങ്ങളെ വന്ന് കാണാൻ കർത്താവ് എനിക്കും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.